ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരുവാരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവാൻ കേട്ടോ. അവിടെ പാർവതി ദേവിയുടെ നട തുറപ്പാണ്. വർഷത്തിൽ 12 ദിവസമാണ് കേട്ടോ ദേവിയുടെ നട തുറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ തൊഴുവാൻ വരാറുണ്ട്. അത്രയ്ക്കും തിരക്കാണ് കേട്ടോ. ഈ 12 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങളിതേ പാലം കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. പണ്ട് പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ കടത്തിന്ന് ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പാലം വന്നതിന് ശേഷമാണ് കാറൊക്കെ പുറത്തേക്ക് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പക്ഷേ ഇവിടെ ഒന്നും പാർക്ക് ചെയ്തില്ല. കാരണം എൻ്റെ ചേച്ചിയുടെ വീട് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അമ്പലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത്. അതുകൊണ്ട് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും പാർക്കിംഗ് ഒക്കെ ആയേക്കാണ്. അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ. വഴി നീളം ഒത്തിരി കടകളുണ്ട് കേട്ടോ. ടോയ് ഷോപ്പും പാത്രക്കടയും പിന്നെ ഈ ചെടിക്കടയും ഐസ്ക്രീം വണ്ടിയും ബലൂണും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. തൊഴുതിറങ്ങിയിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് കയറാൻ കേട്ടോ. നമ്മളിത് അമ്പലത്തിൻ്റെ നടയ്ക്ക് തന്നെ എത്തി. ഇനി അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് തൊഴുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വഴിയല്ല പോകുന്നത്. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനും കണ്ണനും പിന്നെ അമ്മയും ലക്ഷ്മിയും ആമിയൊക്കെ കൂടി നടക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. ചേട്ടന്മാരാണെങ്കിൽ അവർ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരും. ഇപ്പോൾ ഇതേ അമ്പലത്തിൻ്റെ വേറൊരു വാതിലാണ് ഇത്. ഇവിടെ ലെഫ്റ്റ് കാണുന്നത് ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ വന്നപ്പോൾ എന്താ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. പക്ഷേ ചേച്ചിയൊക്കെ പറയുന്നത് ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിലും തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ചേച്ചി പറയണേ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഇത്രയും തിരക്കുണ്ടായില്ല കേട്ടോ. കുറച്ചും കൂടി തിരക്ക് കുറവായിരുന്നു. ഈ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് തിരക്ക് തോന്നിച്ചു. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുത് പ്രസാദം മേടിക്കാൻ വേണ്ടിയായിട്ട് കണ്ണൻ ക്യൂവിൽ നിൽക്കാൻ കേട്ടോ. ചേട്ടനും അമ്മയും കൂടിയാണ് നിന്നത്. പക്ഷെ അവനും നിൽക്കണം എന്നും പറഞ്ഞ് അവനും കയറി നിന്നു പ്രസാദം മേടിക്കാനായിട്ട്, ചന്ദനം മേടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർവതി ദേവിയുടെ നടക്കെ മഞ്ഞൾപ്പറ വെച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇത് ശിവൻ്റെ നടക്കെയാണ് എള്ളുപറയാണ് കേട്ടോ വയ്ക്കുന്നത്. കണ്ണനും വെച്ചു ആമിയും വെച്ചു കേട്ടോ. അപ്പോൾ രണ്ടുപേരും പറ വച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി പറയും വെച്ച് വഴിപാട് കഴിച്ചിട്ട് ഞങ്ങൾ ആ പെട്ടിക്കട വരെയൊക്കെ ഒന്ന് കറങ്ങാൻ പോവാൻ കേട്ടോ. കുറേ കടകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ടോയ് ഷോപ്പും പിന്നെ ഈ ബജ്ജിക്കടയും കുൽക്കി സർബത്തും ഐസ്ക്രീം ഷോപ്പും പിന്നെ ഈ പൊരിക്കടയും അങ്ങനെ കുറേ കമ്മലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് കമ്മലൊക്കെ മേടിച്ചു. പിന്നെ ബജ്ജിയും കുൽക്കി സർബത്തും ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമ്മുടെ മെയിൻ അതാണല്ലോ. പിന്നെ ഞങ്ങളിതേ ജസ്റ്റ് ഒന്ന് കറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ. ബായ്.